ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഞാൻ നിങ്ങളുടെ ശിഖ ടീച്ചർ. 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ട യൂണിറ്റുകളും ആക്ടിവിറ്റികളും ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മുടെ ആദ്യത്തെ യൂണിറ്റ് ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ദ സീഡ് ഓഫ് ട്രൂത്ത്. തുടർന്ന് ഒരുപാട് ആക്ടിവിറ്റീസും നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. യൂണിറ്റിൻ്റെ പാർട്ടുകളായിട്ടുള്ള എക്സ്പ്ലനേഷൻ ടീച്ചർ മറ്റൊരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ആദ്യത്തെ ആക്ടിവിറ്റിയായ നോട്ടീസ് മേക്കിംഗ് എങ്ങനെ ചെയ്യാം, എന്തൊക്കെ സ്റ്റെപ്സ് ആണ് നമ്മളൊരു നോട്ടീസ് മേക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ടീച്ചർ ഈ ഒരു പ്രസൻറ്റേഷനിലൂടെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്. കൂട്ടുകാരിൽ പലരും LSS എക്സാമിനും മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ് ഹൗ ടു മേക്ക് എ നോട്ടീസ്. അതും പ്രോപ്പർ സ്റ്റെപ്സ് ആയിട്ട് ഒരു നോട്ടീസ് എങ്ങനെ മേക്ക് ചെയ്യണമെന്നാണ് നമ്മൾ ഇനി അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു നോട്ടീസ് മേക്ക് ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഇനിയും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റ് വീഡിയോസുകളും ആക്ടിവിറ്റികളും ടീച്ചർ ഇടുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള വീഡിയോയിൽ പങ്കാളികളാവണം എന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനൊന്നും ആരും മറക്കണ്ട. എന്നാൽ മാത്രമേ ഇനി അങ്ങോട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ കേട്ടോ. സോ let us start the first activity. Hello my dear students, so we are going to write or we are going to make a notice. So ഒരു നോട്ടീസ് എഴുതുന്ന സമയത്ത് നമ്മളൊരു വൃത്തിയുള്ള പേജിലെ ഏറ്റവും ടോപ്പിൽ നമ്മൾ നീറ്റായിട്ട് എന്തെഴുതും? ഫസ്റ്റ് വി ഹാവ് ടു റൈറ്റ് നോട്ടീസ് എന്ന് ബോൾഡ് ആൻഡ് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാം. ആൻഡ് ഇതെല്ലാ നോട്ടീസിലും നമ്മൾ എഴുതേണ്ടതാണ്. സോ ദിസ് ഇസ് നോട്ട് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് എന്താണ്? ബിലോ ദ ടൈറ്റിൽ നോട്ടീസ് യു ഹാവ് ടു റൈറ്റ് ദ സബ്ജക്റ്റ് ഓഫ് ദ നോട്ടീസ്. ഐ മീൻ ദ മാറ്റർ ദാറ്റ് ഹാസ് ടു ബി കമ്മ്യൂണിക്കേറ്റ് ഓർ കൺവേഡ്. നിങ്ങൾ എന്താണോ മാറ്റർ, നമ്മുടെ നോട്ടീസ് കൊടുക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്ന ഒരു സബ്ജക്റ്റില്ല, ഏറ്റവും അട്രാക്റ്റീവ് ആയിരിക്കണം. പെട്ടെന്ന് നോട്ടീസ് കാണുന്ന ഒരാൾക്ക് മനസ്സിലാവണം വാട്ട് ഈസ് ദ സബ്ജക്റ്റ് വാണ്ട് ടു കൺവേ. സോ ഹിയർ വി ഹാവ് ടു റൈറ്റ് ദ സബ്ജക്റ്റ്. സബ്ജക്റ്റ് എന്തുമാകാം. ഹിയർ ദ സബ്ജക്റ്റ് എന്താണ്? പ്രിൻസ് ഓർ പ്രിൻസസിനെ സെലക്ട് ചെയ്യാണ്. സോ സെലക്ഷൻ ആണ്, സെലക്ഷൻ ടെസ്റ്റ് ഈസ് ദ സബ്ജക്റ്റ് ഹിയർ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ ടോപ്പ് ഓഫ് ദ, അതായത് ഹിയർ റൈറ്റ് ടോപ്പിൽ നമ്മൾ പ്ലേസ് ആൻഡ് ഡേറ്റ് എഴുതണം. സോ ദിസ് ഇസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്. പക്ഷേ ഇവിടുത്തെ പ്ലേസിനും ഡേറ്റിനും ഒരു പ്രത്യേകതയുണ്ട്. ബിക്കോസ് വി ആർ ഗോയിങ് ടു റൈറ്റ് ദ പ്ലേസ് മീൻസ് വേർ ദ നോട്ടീസ് ആസ് പബ്ലിഷേഴ്സ് ആൻഡ് ദ ഡേറ്റ് ഓഫ് പബ്ലിഷിംഗ്. അതായത് നോട്ടീസ് എവിടെ വെച്ചാണോ പബ്ലിഷ് ചെയ്യുന്നത്, അതേപോലെ ഡേറ്റ് എന്നാണോ നോട്ടീസ് പബ്ലിഷ് ചെയ്യുന്നത്, ആ ഡേറ്റ് ആണ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത്. ദിസ് ഇസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്. ആൻഡ് വി കം ടു ദ തേർഡ് സ്റ്റെപ്പ്. വി ഹാവ് ടു റൈറ്റ് സല്യൂട്ടേഷൻ. നിങ്ങൾ ആരെങ്കിലും സല്യൂട്ടേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? സല്യൂട്ടേഷൻ മീൻസ് ടു ഹൂം ആക്ച്വലി വി വാണ്ട് ടു കമ്മ്യൂണിക്കേറ്റ്. നമ്മൾ ആരെയാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അഡ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരെയാണ് സല്യൂട്ടേഷൻ എന്ന ഈ പാർട്ടിൽ ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ ആണെങ്കിൽ ഡിയർ പീപ്പിൾ എന്ന് പറയാറുണ്ട് അല്ലേ? നിങ്ങൾ ഒരു ലീവ് ലെറ്റർ ഒക്കെ എഴുതുന്ന സമയത്ത് റെസ്പെക്റ്റഡ് ടീച്ചർ എന്ന് വെക്കാറില്ലേ? ഇനി ഫ്രണ്ട്സിന് ലെറ്റർ എഴുതുകയാണെങ്കിൽ ഡിയർ ഫ്രണ്ട്, ഡിയർ ബ്രദർ, എക്സെട്ര എക്സെട്ര. അപ്പം ഈ ഒരു പാർട്ടിനെയാണ് നമ്മൾ സല്യൂട്ടേഷൻ എന്ന് പറയുക. അപ്പം ഇനി ആരും സല്യൂട്ടേഷൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നു. സോ ദിസ് ഇസ് ദ തേർഡ് സ്റ്റെപ്പ്. ആൻഡ് ദ ഫോർത്ത് സ്റ്റെപ്പ്, ദ മെയിൻ ഹീറോ ആണ് ഫോർത്ത് സ്റ്റെപ്പ്. എന്താണ് ഫോർത്ത് സ്റ്റെപ്പ്? യെസ്, ഫോർത്ത് സ്റ്റെപ്പ് ഈസ് കണ്ടന്റ് അല്ലെങ്കിൽ ബോഡി എന്ന് പറയും. സോ ഈ ഒരു പാർട്ടിലാണ് നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്? ഹിയർ വി റൈറ്റ് ദ മാറ്റർ ഓഫ് ദ നോട്ടീസ്. നമ്മൾ എന്താണോ ഈ ഒരു നോട്ടീസിൻ്റെ മാറ്റർ, നോർമലി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മിക്കവാറും എന്താണോ മാറ്റർ തരുന്നത് അല്ലേ? ഹിയർ നമ്മുടെ മാറ്റർ എന്താണ്? യെസ്, ദ പ്രിൻസ് വാണ്ട് ടു ഹെൽഡ് എ ടെസ്റ്റ്. എന്തിനാണ്? ടു ഫൈൻഡിങ് ദ സക്സസർ ഓർ പ്രിൻസ് ഓർ പ്രിൻസസ്. രാജ്യത്തിൻ്റെ പ്രിൻസിനെയും പ്രിൻസസിനെയും കണ്ടുപിടിക്കാനുള്ള ഒരു ടെസ്റ്റാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതും
എന്താണ് ആ ഒരു ടെസ്റ്റ് സോ ദാറ്റ് ഈസ് എ മാറ്റർ. അതേപോലെ തന്നെ അത് ആൾക്കാണ്, യെസ് ഇറ്റ്സ് ഫോർ ചിൽഡ്രൻ ഏജ് ബിറ്റ്വീൻ 9 to 14. അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം, അങ്ങനെ ചേർക്കാം. അതേപോലെ തന്നെ എവിടെ വെച്ചാണ് ഫംഗ്ഷൻ നടത്തുന്നത്, അതിൻ്റെ ഒരു എയിം എന്താണ്, ഈ കാര്യങ്ങളെല്ലാം നമ്മളുടെ ബോഡിയിൽ വരും. അതും വളരെ സിമ്പിളായിട്ട് ഒരു 3 to 4 ലൈൻസിൽ നമ്മൾ ഈ ബോഡിയിൽ ഈ വിഷയങ്ങളെല്ലാം എഴുതി നമ്മൾ എഴുതി കൺക്ലൂഡ് ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കണ്ടന്റ് ഓർ ബോഡിയിൽ വേണ്ട അതായത് ദ മാറ്റർ വി വാണ്ട് ടു കൺവേ വിത്തിൻ സിമ്പിൾ സെൻറ്റൻസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള സെൻറ്റൻസിൽ എന്താണോ മാറ്റർ അത് ഇവിടെ അങ്ങ് ബോഡിയിൽ എഴുതി വെക്കുക. ഒരു 3 to 4 ലൈൻസ് മതിയായിരിക്കും. ഓക്കെ, സോ ദിസ് ഇസ് എ മെയിൻ സ്റ്റെപ്പ്. അതായത് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ്. എന്താണ് എന്ന് ഈ മെസ്സേജ് വായിച്ചാൽ ഒരാൾക്ക് മനസ്സിലാവണം. ആഫ്റ്റർ ദാറ്റ് നമ്മൾ അഗെയിൻ ഈ ലെഫ്റ്റ് പാർട്ടിൽ ഏറ്റവും താഴെ, റൈറ്റ് പാർട്ടിൽ ഏറ്റവും താഴെ വന്നിട്ട് എന്ത് എഴുതും? യെസ്, ദാറ്റ് ഈസ് എ 5th സ്റ്റെപ്പ്, വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് വെന്യൂ. നിങ്ങൾ ആരെങ്കിലും വെന്യൂ എന്നതിന് മുമ്പ് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? വെന്യൂ മീൻസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? വേർ ദ ഫംഗ്ഷൻ ഗോയിങ് ടു ബി ഹെൽഡ്. ഇവിടെയാണ് നമ്മുടെ ഫംഗ്ഷൻ എവിടെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു സ്കൂളിൽ ഒരു ആർട്ട് ഫെസ്റ്റിവൽ ആണെങ്കിൽ എവിടെയാണ് ഫംഗ്ഷൻ നടക്കുക? ഓഫ് കോഴ്സ് ഇറ്റ്സ് നമ്മുടെ ഓഡിറ്റോറിയം, സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരിക്കും അല്ലേ? ഒരു മാജിക് ഷോ ആണെങ്കിൽ അതും ചിലപ്പോൾ എന്താണ് വല്ല പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിലോ. സോ ദീസ് ആർ ദ പ്ലേസസ്. സോ വെന്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് വേർ ദ ഫംഗ്ഷൻ ഗോയിങ് ടു ബി ഹെൽഡ്. സോ ഹിയർ നമ്മുടെ ഫംഗ്ഷൻ എവിടെ വെച്ചാണ് നടക്കുന്നത്? യെസ്, പാലസ് ഓഡിറ്റോറിയം. പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടല്ലേ നമ്മുടെ ഫംഗ്ഷൻ നടക്കുന്നത്. സോ ഹിയർ ദ പാലസ് ഓഡിറ്റോറിയം എന്ന് എഴുതും. അതിൻ്റെ താഴെ നമ്മൾ എന്ത് എഴുതും? ഓഫ് കോഴ്സ് വി ഹാവ് ടു റൈറ്റ് ദ ഡേറ്റ് ആൻഡ് ടൈം. വെരി ഇമ്പോർട്ടൻറ്റ്. ഡേറ്റ് എന്നാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഡേറ്റ് എഴുതുക അല്ലേ? സോ ഹിയർ 10/6/2020 and the time is 10:32 etc. ഓക്കെ, സോ ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. അതായത് ഒരു നോട്ടീസ് വായിക്കുന്ന ഒരാൾക്ക് ഒരു നോട്ടീസ് എപ്പോഴാണോ നടക്കുന്നത്, എന്താണ് നോട്ടീസ് കൊണ്ട് എയിം ചെയ്യുന്നത്, ആൻഡ് വേർ ഇറ്റ്സ് ഗോയിങ് ടു ബി ടേക്സ് പ്ലേസ് ആൻഡ് വാട്ട് ദ ടൈം ഈസ് ഗോയിങ് ടു ബി ടേക്സ് പ്ലേസ്, ഇതെല്ലാം ഒറ്റവട്ടം വായിച്ചാൽ മനസ്സിലാവണം. സോ വെന്യൂവും ഡേറ്റും ടൈമും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ താഴെ കൊടുക്കണം. എല്ലാത്തിനു ശേഷം അവസാനം ദ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്താണ്? യെസ്, മറ്റൊന്നുമല്ല, ഹു ഈസ് ഗോയിങ് ടു ഇഷ്യൂ ഓർ പബ്ലിഷ് ദ നോട്ടീസ്. ആരാണ് ഈ നോട്ടീസ് പബ്ലിഷ് ചെയ്യുന്നതെന്ന് എഴുതണം. നമ്മൾ ഏതൊരു ലെറ്റർ എഴുതുന്ന സമയത്തും താഴെ നമ്മൾ ചേർക്കാറില്ലേ ബൈ ഇന്ന ആളെന്ന്. ദ സെയിം തിങ് ഈസ് ഹിയർ. ഹിയർ ആരാണ്? നമ്മൾ SD എന്ന് കൊടുക്കും. SD എന്ന് കൊടുക്കുന്നത് എന്താണ്? നോർമലി അവരുടെ സൈൻ ആണ്. ദാറ്റ് യു ക്യാൻ ഡു വാട്ട് എവർ. ആൻഡ് നെക്സ്റ്റ് തിങ് ദാറ്റ് ഈസ് who is going to issue. ഇവിടെ ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? യെസ്, നമ്മുടെ കിങ് വിദ്യാധർ ആരോടാണ് പറഞ്ഞത്? ഓർഡർ ഇട്ടത് ചീഫ് മിനിസ്റ്ററോടാണെന്ന് പറഞ്ഞു ടു മേക്ക് എ നോട്ടീസ്. സോ നമ്മൾ ആരാണ്? ചീഫ് മിനിസ്റ്റർ ആണ് ഈ ലെറ്റർ, ഈ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത്. സോ വി ഹാവ് ടു റൈറ്റ് ഹിയർ ചീഫ് മിനിസ്റ്റർ. സോ ഇത്രയും കാര്യം എഴുതി കഴിഞ്ഞാൽ ഒരു നോട്ടീസിൻ്റെ കംപ്ലീറ്റ് സ്റ്റെപ്സുമായി. നിങ്ങൾ LSSനെ പ്രിപ്പയർ ചെയ്യാനും വാട്ട് എവർ നമ്മൾ ഇനി എപ്പോഴാണെങ്കിലും നമ്മൾ ഡെയിലി ലൈഫിൽ ആവശ്യമാണ് ഒരു നോട്ടീസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. സോ നമ്മൾ നോട്ടീസ് പ്രിപ്പയർ ചെയ്യാനുള്ള സ്റ്റെപ്സ് ആണ് ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് യു ഹാവ് ടു റൈറ്റ് നോട്ടീസ് എന്ന് എഴുതുക. ആൻഡ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് സബ്ജക്റ്റ്. ദ സബ്ജക്റ്റ് യു വാണ്ട് ടു കൺവേ വിത്തിൻ സിമ്പിൾ സെൻറ്റൻസ്. ഒരു പെട്ടെന്നൊരു ചെറിയൊരു സെൻറ്റൻസിൽ പെട്ടെന്ന് അത് വായിച്ചാൽ എന്താണെന്ന് മനസ്സിലാവണം. ആൻഡ് ദ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് പ്ലേസ് ആൻഡ് ഡേറ്റ്. വേർ ദ നോട്ടീസ് ഇഷ്യൂയിങ്, നോട്ടീസ് പബ്ലിഷ് ചെയ്യുന്ന പ്ലേസും ഡേറ്റുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ആൻഡ് തേർഡ് സ്റ്റെപ്പ് ഈസ് സല്യൂട്ടേഷൻ. സല്യൂട്ടേഷൻ മീൻസ് നമ്മൾ ആരെയാണോ അഡ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതാണ് സല്യൂട്ടേഷൻ. നോർമലി ഡിയർ പീപ്പിൾ, ഡിയർ റെസ്പെക്റ്റഡ് etc. And the next step is fourth step, that is content, or here we have to write the matter. എന്താണോ മാറ്റർ, എവിടെ വെച്ചാണോ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ മാറ്റർ എന്ന് പറയുന്ന ഈ പാർട്ടിലാണ് എഴുതേണ്ടത്. ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ടു റൈറ്റ് വെന്യൂ, എവിടെ വെച്ചാണ് നടക്കുന്നത്, എന്താ ടൈം എന്താണ്, ഡേറ്റ് എന്താണ്. ബിക്കോസ് വെൻ ദ ഇവന്റ് ഈസ് ഗോയിങ് ടു ബി ഹെൽഡ്, അതാണ് ഡേറ്റും ടൈമിനോട് ഉദ്ദേശിക്കുന്നത് എപ്പോഴാണ്. അതേപോലെ വെന്യൂവിൽ ഉദ്ദേശിക്കുന്നത് വേർ ദ ഗോയിങ് ടു ബി ഹെൽഡ്, വേർ ദ ഫംഗ്ഷൻ ഈസ് ഗോയിങ് ടു ബി ഹെൽഡ്, എവിടെ വെച്ചാണോ ഫംഗ്ഷൻ നടക്കുന്നത് അതും നീറ്റായിട്ട് സെപ്പറേറ്റ് ആയിട്ട് താഴെ കൊടുത്തിരിക്കണം. എല്ലാത്തിനു ശേഷം ഏറ്റവും ലാസ്റ്റ് ഇപ്പുറത്തെ സൈഡിൽ അടിയിൽ വന്നിട്ട് who is going to issue or publish the notice, that is chief minister.
അതാണ് ഈ ചീഫ് മിനിസ്റ്റർ എന്ന പാർട്ടിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ദീസ് ആർ ദ സ്റ്റെപ്പ് വി ഹാവ് ടു ഫോളോ വെൽ വി ഗോയിങ് ടു റൈറ്റ് എ നോട്ടീസ്. ഒരു നോട്ടീസ് എഴുതുന്ന സമയത്ത് ഈ സ്റ്റെപ്സുകൾ ഫോളോ ചെയ്താൽ നമുക്ക് ഭംഗിയായിട്ടൊരു നോട്ടീസ് എഴുതാം. സബ്ജക്റ്റ് ഏതുമാകട്ടെ, ബട്ട് യു ഹാവ് ടു ഫോളോ ദീസ് സ്റ്റെപ്സ്. അപ്പം ഈ സ്റ്റെപ്സ് അനുസരിച്ച് ടീച്ചർ മേക്ക് ചെയ്ത ഒരു നോട്ടീസ്, നമ്മുടെ ചാപ്റ്ററിൽ കൊടുത്ത നോട്ടീസ് ടീച്ചേഴ്സ് വെർഷൻ എനിക്ക് കൊടുക്കാം. സോ ഈ സ്റ്റെപ്സുകളെല്ലാം ഫോളോ ചെയ്തിട്ടാണ് ടീച്ചർ ആ നോട്ടീസ് മേക്ക് ചെയ്ത്. നിങ്ങൾ അതുകൂടി ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് ടീച്ചർ വിശ്വസിക്കുന്നു. അപ്പം ഏത് നോട്ടീസ് തന്നാലും നിങ്ങൾ ഇനി എഴുതുമല്ലോ അല്ലേ? താങ്ക് യു. I have listed the important steps here. ടീച്ചർ നേരത്തെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഒരു നോട്ടീസ് മേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട സ്റ്റെപ്സുകൾ. അപ്പോൾ ആ സ്റ്റെപ്സ് എല്ലാം ഫോളോ ചെയ്തുകൊണ്ടുള്ള ഒരു മോഡൽ നോട്ടീസാണ് ഇപ്പോൾ ഈ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ടോപ്പ് എൻഡിൽ നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത്, നോട്ടീസ് എന്ന് നീറ്റായിട്ട് ബോർഡ് ലെറ്റേഴ്സിൽ കൊടുത്തിട്ടുണ്ട്. ആഫ്റ്റർ ദാറ്റ് ജസ്റ്റ് ബിലോ നമ്മുടെ സബ്ജക്റ്റ് ആണ്. ഹിയർ വാട്ട് ഇസ് എ സബ്ജക്റ്റ്, ദാറ്റ് ഈസ് സെലക്ഷൻ ടെസ്റ്റ് അല്ലേ? നമ്മുടെ സെലക്ഷൻ, ആരെയാണോ പ്രിൻസിനെ തിരഞ്ഞെടുക്കാനുള്ള സെലക്ഷൻ ആണ്. സോ ദ സബ്ജക്റ്റ് ഈസ് സെലക്ഷൻ ടെസ്റ്റ്. അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം എന്താണ് നോട്ടീസ് മെൻഡ് ചെയ്യുന്നത്. ആഫ്റ്റർ ദാറ്റ് സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്, പ്ലേസ് ആൻഡ് ഡേറ്റ്. അപ്പം പ്ലേസും ഡേറ്റും എന്നാണോ നമ്മുടെ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത് ആ ഡേറ്റും പ്ലേസും ആണ് ഇവിടെ കൊടുത്തത്. ദെൻ വി കം ടു ഡിയർ പീപ്പിൾ, ദാറ്റ് ഈസ് സല്യൂട്ടേഷൻ. എന്താണ് ഇവിടെ നമ്മൾ അഡ്രസ് ചെയ്യുന്നത് പീപ്പിളിനെയാണ് അല്ലേ? അപ്പോൾ സോ ഡിയർ പീപ്പിൾ. പിന്നെ നമ്മുടെ എക്സാക്ട് ബോഡി അല്ലെങ്കിൽ കണ്ടന്റ്. ഇതാണ് കണ്ടന്റ്. ഇവിടെ നല്ല നീറ്റായിട്ട് എന്താണോ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മാറ്റർ അതൊരു 3 to 4 ലൈൻസിൽ നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ആഫ്റ്റർ ദാറ്റ് നമ്മൾ എങ്ങോട്ടേക്ക് വരുന്നു, വെന്യൂ മീൻസ് എവിടെയാണോ നമ്മുടെ പ്രോഗ്രാം ഹെൽഡ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് പ്ലേസ് ഈസ് ഓഡിറ്റോറിയം. ഇവിടെ എവിടെയാണ്, ഓഡിറ്റോറിയത്തിലാണ്. ഗാന്ധാര കിങ്ഡത്തിലെ ഓഡിറ്റോറിയത്തിലാണ് നമ്മുടെ വെന്യൂ. സോ അതിൻ്റെ താഴെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡേറ്റും ടൈമും കൂടി കൊടുക്കുക. ഏറ്റവും ഇപ്പുറത്തെ ലാസ്റ്റിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ആരാണ് ഈ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത്, ചീഫ് മിനിസ്റ്റർ അല്ലേ? അപ്പോൾ ചീഫ് മിനിസ്റ്റർ ഇഷ്യൂ ചെയ്യുന്നു എന്ന അദ്ദേഹത്തിൻ്റെ പേരും ഒരു സൈനും കൊടുക്കാം. സോ ഇതാണ് നമ്മുടെ സ്റ്റെപ്സുകളെല്ലാം ഫോളോ ചെയ്തിട്ടുള്ള ഒരു മോഡൽ നോട്ടീസ്. ഇതുപോലെ തന്നെ ഇനി അങ്ങോട്ട് ഏത് സബ്ജക്റ്റ് തന്നാലും നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഈ ഒരു ഫോമാറ്റ് ഫോളോ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ നോട്ടീസ് ഉണ്ടാക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ടീച്ചർ വിചാരിക്കുന്നത്. സോ ഇനിയും കൂടുതലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ടീച്ചർ ഇനിയും വരും. അപ്പോൾ അതുവരെ സ്റ്റേ ട്യൂൺഡ്.